സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. വേറെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമല്ല. ഇവിടുത്തെ എൻ്റെ റൂമിലെ ഒരു ദിവസത്തെ നൈറ്റ് വിഷ്വൽസാണ്. ഇന്ന് ഞങ്ങളാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്, അത് മാത്രമാണ് കാണിക്കേണ്ടത്. വേറെ വിശേഷിച്ചൊന്നുമില്ല. ഞാനിപ്പം ഉള്ളത് ദുബായിലാണ്. വന്നിട്ട് ഒരു 6 മാസമായി. ചെറിയൊരു ജോലി ചെയ്യാൻ വേണ്ടി വന്ന് നാട്ടിൽ നിർത്തുന്നില്ല, സോ ഇങ്ങോട്ട് കയറി പോന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പം വിശേഷിച്ചൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് അൽ മുബീനാണ്. മുബീനാണ് അൽ ഷെഫ്. കഞ്ഞി തൊട്ട് അങ്ങ് ബിരിയാണി, മന്തി, കപ്പ അങ്ങനെയൊക്കെ പറയുന്ന സകല സാധനങ്ങളും മുബീൻ്റെ ഇങ്ങനെ എവിടെ ഒക്കത്താന്ന് പറയാല് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. വലിയ ആളാ. വെച്ചുകാണ് വിളിച്ചുള്ളൂ. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഇപ്പൊ തൊലി വിളിച്ചതാ. ചെറിയുള്ളി ചെറിയുള്ളി ഇത് കുനുകുനായിരിക്കണോ? ഇടിക്കുന്ന സാധനം വെച്ച് ചതച്ചാണ് ഇതിന്റെ പരിപാടിയോ? നമ്മൾ ആധുനികപരമായിട്ടുള്ള സാങ്കേതിക രീതികളിൽ നിന്നാണ് വിളിച്ചു വരുന്നത്. മിക്സി ഉണ്ടോ? ഇങ്ങനെ ഞാൻ പിന്നെ വീട്ടിലെ അമ്മേനെയൊക്കെ ഒരുപാട് സഹായിക്കുമായിരുന്നു. അമ്മ ഇത് കാണണ്ട. തീർന്നില്ലേ? നമ്മൾ മത്തങ്ങക്കറിയാണ് വെക്കാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞില്ല. മത്തങ്ങക്കറി വിത്ത് ചോറ്. മത്തങ്ങ കാണിച്ചതാ. മത്തങ്ങക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പൊ മത്തങ്ങ വേണമല്ലോ. കറി ആവുന്നതിന്റെ കൂടെ ചോറും ആക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇടിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആധുനിക രീതിയിലാണ് ഇടിക്കാൻ. ഞാൻ ഭയങ്കര ക്യാമറ ഓഫാക്കണം. ഇല്ല ഇടിക്കാൻ നമുക്ക് തേങ്ങ ഒഴിക്കാം. അരച്ച തേങ്ങ. നമ്മുടെ അങ്ങനെ കറിയുടെ സകല പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കടുക് താളിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പഴയ കാലത്തെ ആ പാരമ്പര്യ രീതി വിട്ട് ഒരു കളിയുമില്ല. ഇല്ലടാ മൊബീനെ? അതെ. അപ്പം പുറകിലെ ആള് വലിയ ആളായതുകൊണ്ട് എനിക്ക് ചുമ്മാ ഇരുന്നാൽ മതി. ഞാൻ ഇവന്റെ കൂടെ മെസ്സിന് കൂടിയേ. ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് പലരും കമന്റ് ബോക്സിൽ ചോദിച്ചു കാണും എങ്ങനെയാണ് മത്തങ്ങ കറി ആക്കുന്നതെന്ന്, അല്ലേ? അപ്പൊ നമ്മൾ വേണം റെസിപ്പി പറഞ്ഞുതരാം. ഇത് എന്റെ റെസിപ്പി അല്ല, അൽ മുബീന്റെ റെസിപ്പിയാണ്. പറയുന്നുണ്ട്. മെയിൻ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. മത്തങ്ങ അല്ലേ? മത്തങ്ങ മെയിൻ റെസിപ്പിയാണ്. ബാക്കി ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കി ഞാൻ വേണം പറഞ്ഞുതരാം. എനിക്ക് അങ്ങനെ ഇതുപോലെ ജാടയൊന്നുമില്ല. ഞാൻ എന്തും പറയും. മത്തങ്ങ വേണം, ചെറുള്ളി, പിന്നെന്തുവാ, പച്ചമുളക്, പിന്നെന്തുവാ, കറിവേപ്പില. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എല്ലാം നീയാണല്ലോ പറയണത്. പിന്നെ തേങ്ങ. ഇത്രേ ഉള്ളൂ. പച്ചമുളക് ഒഴിച്ച് ചൂടാക്ക്, തിളപ്പിക്കുക, കറിവേപ്പില ഇടുക, മുളകും താളിച്ചിടുക, പരിപാടി കഴിഞ്ഞു. പിന്നെ കുറച്ച് ചോറും വെച്ചാൽ മതി. എന്നിട്ട് നേരത്തെ പോയി ചോറും കിടത്തി അതിന്റെ കൂടെ കടിക്കാൻ പിടിക്കാനോ കടിച്ചു പറിക്കാനോ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ ഇന്നത്തെ കറി ഇന്ന് രാത്രി തന്നെ തീരും. നാളെ രാവിലത്തേക്ക് ഉച്ചക്കത്തേക്ക് ഒന്നും കിട്ടത്തില്ല. അമ്മ രസം അല്ലേ?